ഇത് നമ്മൾ കാണുന്നുണ്ടല്ലോ, ഈസ്റ്റ് ലണ്ടനിലെ കുറേ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെയുള്ള ഒരു മ്യൂസിയം ഉണ്ട്. അങ്ങനെ പല കാഴ്ചകളും നമ്മൾ കാണുന്നുണ്ട്. അപ്പം മ്യൂസിയത്തെക്കുറിച്ച് തൊട്ട് നമുക്ക് കാര്യങ്ങൾ വിവരിക്കാം. ഇതൊരു ലണ്ടൻ മ്യൂസിയം ആണ്. അവിടെ തന്നെയുള്ള വിന്റർ ലൈറ്റ്സിൽ തന്നെയുള്ള ഒരു ലണ്ടൻ മ്യൂസിയം ആണത്. ഈ കാണുന്നില്ല യാച്ചാണ്, താമസിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളുള്ള യാച്ചാണ്. നമ്മുടെ ഇവിടെയാണെങ്കിൽ വെള്ളത്തിൽ കിടക്കുന്ന ബോട്ട് എന്നാണ് പറയുന്നത്. അതാണ് ഈ കാണുന്നത്. പിന്നെ ആ കാണുന്നത് ആ ഒരു കപ്പൽ പോലത്തെ, അത് കപ്പലല്ല, അത് യാച്ച് എന്നാണ് പറയുന്നത്. യാച്ച്, ആ കാണുന്ന യാച്ചാണ് അത്. അവിടെ എനിക്ക് തോന്നുന്നത് അതിൽ സ്റ്റേ ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അവർ എഴുതി വെച്ചിട്ടുണ്ട് എന്തെങ്കിലും യാത്ര ചെയ്യാൻ വേണ്ടിയും പിന്നെ അതിൽ താമസിക്കാൻ വേണ്ടിയും ഉള്ള സൗകര്യം അതിലുണ്ട്. അപ്പോൾ ആ പട്ടീനെയും കൊണ്ട് ഒരു ചേട്ടൻ കയറി പോകുന്നത് അത് അതിൻ്റെ ഉടമസ്ഥനോ അല്ലെങ്കിൽ കെയർ ടേക്കറൊക്കെ ആരെങ്കിലും ആയിരിക്കും. അതാണ് പുള്ളി കയറി പോയത്. യാച്ച് എന്നാണ് അതിന് പറയുന്നത്. പിന്നെ ആ വെള്ളത്തിൽ കാണുന്നത് ഇത് ഗ്ലാസ് ഹൗസാണ്. അതിൽ നമുക്ക് താമസിക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. അത് വെള്ളത്തിൽ തന്നെ അവർ സെറ്റ് ചെയ്തേക്കുന്ന ഒരു ഗ്ലാസ് ഹൗസാണ് അത് ഈ വീഡിയോ കാണുന്നത്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ദൂരെ കാണുമ്പോഴത്തേക്കുണ്ടോ അനേക ലൈറ്റുകളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല. പിന്നെ നമ്മളൊരു പാലത്തേക്കൂടെ കയറിയിട്ട് പോകുക. അപ്പുറത്തെ സൈഡിലേക്ക് പോകണമെങ്കിൽ നദിയാട്ടോ, രണ്ട് സൈഡിലേക്ക്. അതിന് പാലമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ കൂടിയാണ് കയറി അപ്പുറത്തേക്ക് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ നോക്കുന്ന പോലെ തന്നെ ലൈറ്റുകളുടെ ഒരു മേളമാണ്, ഒരു ഘോഷയാത്രയാണ്. മൊത്തം വെളിച്ചമാണ് അവിടെ. ലണ്ടനിലുള്ള വിന്റർ ലൈറ്റ്സ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോയതാണ് ഈ വീഡിയോ. വിന്റർ ലൈറ്റ്സ് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു ഏരിയ. എന്തെങ്കിലും വിശേഷപ്പെട്ട ദിവസങ്ങളൊക്കെ വരുമ്പോൾ, നമ്മൾ ഇന്ന് ചെന്നപ്പോൾ പ്രോഗ്രാം ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ ലൈറ്റുകളും കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്നത്. അല്ലെങ്കിൽ അവിടെ ഉള്ള എല്ലാ മരത്തിലും ഫുള്ള് ബൾബ് ഇട്ട് മൊത്തം ലൈറ്റ് ഇട്ട് നല്ല രസമായിരിക്കും അവിടെ കാണാൻ. അങ്ങനത്തെ ഒരു ഏരിയ. ഇപ്പോൾ ക്രിസ്മസ് അങ്ങനെ വലിയ ആഘോഷങ്ങളൊക്കെ വരുമ്പോഴാണ് അവിടെ കൂടുതലായിട്ടും ലൈറ്റ്സ് ഒക്കെ ഇടുന്നത്. അതുകൊണ്ടാണ് അവിടെ വിന്റർ ലൈറ്റ്സ് എന്ന് പേര് വന്നേക്കുന്നത്. പിന്നെ അവിടെയുള്ള മ്യൂസിയവും പിന്നെ അവിടുത്തെ കെട്ടിടങ്ങളും അവിടെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ കാണുന്നത്. വിന്റർ ലൈറ്റ്സിൽ വന്ന ഓരോ സ്റ്റാച്ചു ആണ്. അതിന് പല പ്രത്യേകതകളൊക്കെ ഉണ്ട്, അതറിയത്തില്ല. അവിടുത്തെ ഓരോ സ്റ്റാച്ചുകളാണ്. പിന്നെ ഈ സ്ഥലം വരുന്നത് സെൻട്രൽ ലണ്ടനിലാണ്. ലണ്ടൻ്റെ സെൻട്രലായിട്ട് വരും. സെൻട്രൽ ലണ്ടൻ എന്നാണ് പറയുന്നത്. വിന്റർ ലൈറ്റ്സ് എന്നും പറയും.
എന്ന് വെച്ചാൽ അവിടെ ഇരിക്കുന്ന കുറേ സൈക്കിളുകൾ കണ്ടില്ലേ, അതെല്ലാം നമുക്ക് റെൻറ്റിന് ഫോണിൽ കൂടെ ഒരു ആപ്ലിക്കേഷൻ കയറ്റിയിട്ട് റെൻ്റ് സൈക്കിൾ പോലെ നമുക്ക് ആ റെൻറ്റിന് ആ സൈക്കിള് ആപ്ലിക്കേഷനിൽ കൂടെ നമുക്ക് റെൻ്റായിട്ട് എടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഉപയോഗിച്ചിട്ട് അത് അവിടെ കൊണ്ട് വെച്ചാൽ മതി. നമുക്ക് ആവശ്യമുള്ള അത് എടുത്ത് യൂസ് ചെയ്തിട്ട് കാശടച്ച് ഓൺലൈൻ തന്നെ കാശടച്ച് അത് അവിടെ കൊണ്ട് വെച്ചാൽ മതി. അതിനുവേണ്ടി വെച്ചേക്കുന്ന സൈക്കിൾ മൊത്തം. 2 മെയിൻ ബാങ്കുകളിൽ ഒരെണ്ണമാണ് ബാർക്ലൈസ്, HSBC, പിന്നെ ഒരെണ്ണം കൂടി ലോഡ്ജ്. പിന്നെ അതിൻ്റെ തൊട്ട് മുകളിൽ കൂടെ പോകുന്നത് ട്യൂബാണ്, ട്രെയിനല്ല ട്യൂബ് എന്ന് പറയും ഇവിടെ, ട്യൂബ്. ആ പോകുന്നത് അതാണ്. ലൈറ്റ്സിലേക്ക് പോകാൻ വേണ്ടി ബസ്സിന് പോകുന്നതാണ് ഈ കാണുന്നത്. ഇപ്പോൾ ബസ്സിൻ്റെ സ്റ്റാൻഡും അതുപോലെ തന്നെ ട്യൂബ് സർവീസ്, ഇവിടെ ട്യൂബ് സർവീസ് എന്നൊക്കെയാണ് പറയുന്നത്. ട്യൂബ് സർവീസ് അല്ലെങ്കിൽ ട്രെയിൻ സർവീസ് ഉണ്ട്, ട്യൂബ് സർവീസ് ഉണ്ട്. അപ്പോൾ ബസ് സ്റ്റാൻഡും ട്യൂബ് സർവീസും കൂടെ ഉള്ള കാര്യങ്ങളാണ് ഇതിൽ കാണുന്നത്. ഇതിൽ ബസ്സുകൾ പല ഭാഗത്തേക്ക് പോകുന്നുണ്ട്. നമ്മുടെ ഫോണിൽ തന്നെ നോക്കിക്കൊണ്ട് നമുക്ക് ഏതൊക്കെ ബസ് വരുന്നുണ്ട്, ഏതൊക്കെ ബസ്സിൽ പോവാം, ഏതൊക്കെ ബസ് അങ്ങോട്ടുണ്ട് എല്ലാം നമുക്ക് ആ ബസ്സിൽ അറിയാം. അപ്പോൾ ബസ്സിൽ കയറി പോകുന്ന കാര്യങ്ങളാണ് ഇതിൽ കാണിക്കുന്നത്. ലൈറ്റ്സിലേക്ക് പോകാൻ വേണ്ടി ബസ്സിന് പോകുന്നതാണ് ഈ കാണുന്നത്. ഇപ്പോൾ ബസ്സിൻ്റെ സ്റ്റാൻഡും അതുപോലെ തന്നെ ട്യൂബ് സർവീസ്, ഇവിടെ ട്യൂബ് സർവീസ് എന്നൊക്കെയാണ് പറയുന്നത്. ട്യൂബ് സർവീസ് അല്ലെങ്കിൽ ട്രെയിൻ സർവീസ് ഉണ്ട്, ട്യൂബ് സർവീസ് ഉണ്ട്. ഇപ്പോൾ ബസ് സ്റ്റാൻഡും ട്യൂബ് സർവീസും കൂടെ ഉള്ള കാര്യങ്ങളാണ് ഇതിൽ കാണുന്നത്. ഇതിൽ ബസ്സുകൾ പല ഭാഗത്തേക്ക് പോകുന്നുണ്ട്. നമ്മുടെ ഫോണിൽ തന്നെ നോക്കിക്കൊണ്ട് നമുക്ക് ഏതൊക്കെ ബസ് വരുന്നുണ്ട്, ഏതൊക്കെ ബസ്സിൽ പോവാം, ഏതൊക്കെ ബസ് അങ്ങോട്ടുണ്ട് എല്ലാം നമുക്ക് ആ ബസ്സിൽ അറിയാം. അപ്പോൾ ബസ്സിൽ കയറി പോകുന്ന കാര്യങ്ങളാണ് ഇതിൽ കാണിക്കുന്നത്. വിൻ്റർ ലൈറ്റ്സിൽ വരുന്ന ഓരോ സ്റ്റാച്ചു ആണ്. അതിന് പല പ്രത്യേകതകളൊക്കെ ഉണ്ട്, അതറിയത്തില്ല. അവിടുത്തെ ഓരോ സ്റ്റാച്ചുകളാണ്. ഇനി സ്ഥലം വരുന്നത് സെൻട്രൽ ലണ്ടനിലാണ്. ലണ്ടൻ്റെ സെൻട്രലായിട്ട് വരും. സെൻട്രൽ ലണ്ടൻ എന്നാണ് പറയുന്നത്, വിൻ്റർ ലൈറ്റ്സ് എന്നും പറയും. Okay.